Praise the Lord. Praise the Lord. ചിരിച്ചുകൊണ്ട് Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളെയും സകല നൊമ്പരങ്ങളെയും ജീവിക്കുന്നവനായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ആ പ്രശ്നത്തിന്മേൽ നിന്നുകൊണ്ട് അതിന്മേ വിജയം വരിച്ചുകൊണ്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഈ നിമിഷം, ഈ ദിവസം, ഇപ്പോൾ വരെയും നമ്മൾ ഓരോരുത്തരുടെയും ജീവിത പ്രശ്നം, നൊമ്പരങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, സാമ്പത്തിക തകർച്ചയാകാം, രോഗത്തിൻ്റെ പീഡകളാകാം, വ്യക്തിബന്ധങ്ങളുടെ തകർച്ചയാകാം, ബിസിനസ്സിൻ്റെ തകർച്ചയാകാം, നമ്മുടെ ജീവിത മാർഗത്തിലുള്ള ഒന്നിനു പുറകെ ഒന്നുള്ള പരാജയങ്ങളാകാം, നമ്മൾ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്തതായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിക്കൊള്ളട്ടെ. പ്രിയപ്പെട്ടവരെ, അതെല്ലാം ഒരു നിമിഷം ജീവിക്കുന്നവനായ കർത്താവായ യേശു തമ്പുരാൻ്റെ പാദങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കണ്ണുകളെല്ലാം സാവധാനം അടയ്ക്കാം. TV സെറ്റിന് മുൻപിലിരിക്കുന്ന ഓരോ വ്യക്തികളും, ഓരോ കുടുംബങ്ങളും, ഓരോ സ്ഥാപനത്തിൽ ഇപ്പോൾ ആയിരുന്നു കൊണ്ട് TV-യിലെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളും, ഓരോ വിശ്വാസിയും നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, നിൻ്റെ നൊമ്പരങ്ങൾ എല്ലാം ജീവിക്കുന്നവനായ കർത്താവിൻ്റെ പാദത്തിലേക്ക് സമർപ്പിക്കുക. കാരണം കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയും, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, സാരമില്ല, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ജയാളിയായ ക്രിസ്തുനാഥൻ, ഈ ജയാളിയായ കർത്താവായ യേശു തമ്പുരാൻ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത പ്രശ്നത്തിന്മേലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അതിൻ്റെ മേലെ വിജയം വരിക്കുവാൻ നമ്മളെ സഹായിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ താന് ഈ ജയാളിയായ യേശു തമ്പുരാനെ ദർശനത്തിൽ കാണുന്ന ഒരു ഭാഗം വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് ഇപ്രകാരമാണ് യോഹന്നാൻ വിവരിക്കുക: ഞാൻ കർത്താവിൻ്റെ ദിവസത്തിൽ ആത്മാവിൽ ലയിച്ചിരിക്കുമ്പോൾ എൻ്റെ പുറകിൽ നിന്ന് ഒരു വലിയ ശബ്ദം ഞാൻ കേട്ടു. എന്നോട് സംസാരിച്ച ആ ശബ്ദം ശ്രദ്ധിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ, അവൻ്റെ പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി, മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച, അവൻ്റെ ശിരസ്സും മുടിയുമാകട്ടെ വെൺമഞ്ഞ് പോലെയും വെൺകമ്പിളി പോലെയുമുള്ള ധവളം, നയനങ്ങൾ ജ്വലിക്കുന്ന അഗ്നി പോലെയും, പാദങ്ങള് ചൂളയില് തിളപ്പിച്ചെടുത്ത വെള്ളി പോലെയും, അവൻ്റെ ശബ്ദം എന്ന് പറയുന്നത് വലിയ പെരുവെള്ളത്തിൻ്റെ ശബ്ദം പോലെയും ആയിരുന്നു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ജയാളിയായ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഇപ്പോൾ പാടി അവിടുത്തെ ആരാധിക്കുകയാണ്. എല്ലാവരും കണ്ണുകളെ അടച്ചുകൊണ്ട് ഹൃദയത്തിന്റെ നൊമ്പരങ്ങളെ കർത്താവിന്റെ പക്കലേക്ക് കൊടുത്തുകൊണ്ട് അധരം തുറന്ന് ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ എല്ലാം മറന്നുകൊണ്ട് ഈ കർത്താവിനെ ആരാധിച്ച് നമുക്ക് പാടാം. എല്ലാവരും കൂടെ വിളക്കിൻ നടുവിൽ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ
മക്കളെ അവിടുന്ന് സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി പറയുന്നു, ഈശോയെ നന്ദി പറയുന്നു. എല്ലാവരും മധുരം തുറന്നുകൊണ്ട് യേശുവിന്റെ നാമം വിളിച്ച് എല്ലാവരും സ്തുതിക്കുക. എല്ലാവരും സ്തുതിക്കട്ടെ. ഈ സമൂഹം മുഴുവനും സ്തുതിക്കട്ടെ. ഭവനങ്ങളിലായിരിക്കുന്നവരെ സ്തുതിക്കട്ടെ. ഓരോ ടിവിയുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയില് ഇപ്പോഴും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കള്, എല്ലാ ദൈവമക്കള് അധരം തുറന്ന് ജീവിക്കുന്നവനായ കർത്താവായ യേശുവിന്റെ നാമം വിളിച്ച് എല്ലാവരും സ്തുതിക്കട്ടെ. ജയാളിയായ കർത്താവായ യേശു ക്രിസ്തുവിത നമ്മുടെ ജീവിതത്തിന്മേലെ, ജീവിത പ്രശ്നത്തിന്മേലെ ഈ രാത്രിയില് വലിയ വിജയം വരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങളാണ്. എല്ലാവരും സ്തുതിക്കുക, എല്ലാവരും സ്തുതിക്കട്ടെ. കരങ്ങളെ രണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കരങ്ങളെ രണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അധരങ്ങളെ ജീവിക്കുന്നവനായ കർത്താവിന് ഒരു ബലിയായിട്ട് അർപ്പിച്ചുകൊണ്ട് എല്ലാവരും സ്തുതിക്കട്ടെ. മടി കൂടാതെ, ലജ്ജ കൂടാതെ, ഭയം കൂടാതെ എന്റെ ദൈവമക്കളെ എല്ലാവരും യേശുവിനെ വിളിക്കട്ടെ. നിങ്ങളുടെ ജീവിത പ്രശ്നത്തിലേക്ക് യേശുവിനെ ക്ഷണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ കർത്താവിന്റെ രൂപവും ഭാവവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത് കൊണ്ട് വീണ്ടും നമുക്ക് പാടി അവിടുത്തെ ആരാധിക്കാം. ഭാവവും എല്ലാവരും നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും ഭാവവും എന്നിലായിടട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ഹല്ലേലൂയ, എല്ലാവരും കൂടെ നമ്മുടെ ആരുടെയും ഇഷ്ടമല്ല, പിന്നെയോ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം.
സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ജീവിതത്തിന്റെ എല്ലാ കാരണങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിനെ ആരാധിക്കാം. എല്ലാവരുടെയും അധരങ്ങളെ, എല്ലാവരുടെയും ചിന്തകളെ, എല്ലാവരുടെയും ഭാരങ്ങളെ, എല്ലാവരുടെയും ജീവിത പ്രശ്നങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് വീണ്ടും കരങ്ങളെ ഉയർത്തി എല്ലാവരുടെയും അധരം തുറന്ന്, എല്ലാവരും അധരം തുറന്ന് ഗായക സംഘത്തോട് ചേർന്ന് സ്വർഗത്തിലെ മാലാഹമാരോട് ചേർന്ന് അധരങ്ങളെ വിട്ടുകൊടുത്തുകൊണ്ട് എല്ലാവരും ഹല്ലേലൂയ പാടട്ടെ. ഹല്ലേലൂയ കൊണ്ട് നമ്മുടെ ഭവനങ്ങളും മുഴുവൻ നിറയട്ടെ. ഹല്ലേലൂയ ഗീതം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ നിറയട്ടെ. ഹല്ലേലൂയ ഗീതങ്ങൾ കൊണ്ട് നമ്മുടെ പ്രസ്ഥാനങ്ങൾ നിറയട്ടെ. ഹല്ലേലൂയ ഗീതങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഉയരട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടത്തിനായിട്ട് ഞാനിതാ എന്നെ തന്നെ അവിടുത്തെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. അതിനുവേണ്ടി കർത്താവേ, ഈ രാത്രിയിൽ ഞാൻ അവിടുത്തെ ആരാധിക്കുന്നു. എല്ലാവരും കൂടെ കർത്താവിന്റെ ഇഷ്ടം നിറയാൻ വേണ്ടിയിട്ട് വീണ്ടും പാടി അവിടുത്തെ ആരാധിക്കുക.